സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങൾ നൽകുന്ന സർജിക്കൽ സ്ഥാപനങ്ങൾ വിതരണം നിർത്തിവെക്കുമെന്ന മുന്നറിയിപ്പ് രോഗികളെ മാത്രമല്ല ഡോക്ടർമാരെയും ആശങ്കപ്പെടുത്തുന്നു. ഉപകരണങ്ങൾ വിതരണം ചെയ്ത വകയിൽ ഭീമമായ കുടിശ്ശിക ലഭിക്കാനുള്ളതാണ് അടിയന്തര പ്രതിഷേധ മാർഗങ്ങളിലേക്ക് കടക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികളെ ആശ്രയിച്ച് കഴിയുന്ന പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തലയിൽ ഇടുത്തി വീഴ്ത്തുന്ന തീരുമാനമാണിത്. 143 കോടി രൂപയുടെ കുടിശ്ശിക ഉടൻ നൽകണമെന്നാണ് ഈ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2022 ഡിസംബർ മുതൽ കഴിഞ്ഞ ഫെബ്രുവരി വരെയുള്ള കുടിശ്ശികയാണ് നൽകാനുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം 50 കോടി രൂപയുടെ കുടിശ്ശികയുണ്ട്. ഈ മാസം 31-നകം ഈ തുക നൽകിയില്ലെങ്കിൽ ഉപകരണങ്ങൾ തുടർന്ന് നൽകില്ലെന്ന് കാട്ടി സർജിക്കൽ സ്ഥാപനങ്ങളുടെ വിതരണ കൂട്ടായ്മയായ ചേംബർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആശുപത്രി സൂപ്രണ്ടിന് കത്ത് നൽകി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 23 കോടി 14 ലക്ഷം രൂപയും ജനറൽ ആശുപത്രി 3 കോടി 21 ലക്ഷം രൂപയും നൽകാനുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സർജിക്കൽ ഉപകരണങ്ങൾ നൽകുന്നത് സ്ഥാപനങ്ങൾ നിർത്തിവെച്ചതിനെ തുടർന്ന് ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയകൾ ഒരാഴ്ച മുടങ്ങിയിരുന്നു. 2 മാസത്തെ തുകയായ 6 കോടി രൂപ നൽകിയാണ് അന്ന് പ്രശ്നം പരിഹരിച്ചത്. ഹൃദയരോഗ ചികിത്സയ്ക്കാവശ്യമായ സ്റ്റെൻറ്റ് ഉൾപ്പെടെയുള്ളവയുടെ വിതരണം തടസ്സപ്പെട്ടാൽ അത് ഹൃദയ ശസ്ത്രക്രിയയെ ബാധിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? നമുക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ. കാത്തലാവിലേക്ക് വേണ്ട പേസ് മേക്കർ, ബലൂൺ തുടങ്ങിയ ഉപകരണങ്ങൾക്കും ക്ഷാമമുണ്ടാകും. കോവിഡ് വന്നതിന് ശേഷം ഹൃദയ ചികിത്സയുമായി ബന്ധപ്പെട്ട രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും ചികിത്സ ലഭിക്കാതെ വരുമ്പോൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാൻ പാങ്ങുള്ളവർ അങ്ങോട്ട് പോകും. അല്പമെങ്കിലും പൈസ ഉള്ളവർ സ്വകാര്യ ആശുപത്രികളിലേ പോകത്തുള്ളൂ. പക്ഷേ പാവപ്പെട്ടവരുടെ സ്ഥിതി മറിച്ചാണ്. സർക്കാർ ആശുപത്രികളിൽ മരുന്നുകളുടെ ദൗർലഭ്യം അടിക്കടി ഉണ്ടാകാറുണ്ട്. ആരോഗ്യവകുപ്പ് അക്കാര്യങ്ങളിൽ ഇടപെടാറുണ്ടെങ്കിലും പരിപൂർണമായ ഒരു പരിഹാരം ഇനിയും ഉണ്ടായിട്ടില്ല. അതിനിടെയാണ് ഈ കുരുക്ക് കൂടി വന്നിട്ടുള്ളത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് സർക്കാരിന് മാറി നിൽക്കാവുന്ന വിഷയമല്ലിത്. മരുന്ന് ക്ഷാമത്തിൽ വലയുന്ന സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയ കൂടി മുടങ്ങിയാൽ രോഗികളുടെ കാര്യം കഷ്ടമാകും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നേരിട്ട് ഇടപെടണം, വിഷയം പരിഹരിക്കണം. തെരഞ്ഞെടുപ്പ് കാലമാണ്. രാഷ്ട്രീയക്കാർക്ക് തിരക്കുകൾ ഉണ്ടാകാം. എന്നാൽ വോട്ട് ചോദിച്ച് മുന്നിലേക്ക് ചെല്ലേണ്ട വലിയൊരു ജനവിഭാഗത്തെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമാണിതെന്ന് മറക്കരുത്. ജനങ്ങളുടെ നിത്യജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുക തന്നെയാണ് ജനക്ഷേമം ആഗ്രഹിക്കുന്ന ഏതൊരു സർക്കാരിൻ്റെയും പ്രധാന കടമ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇക്കാര്യത്തിൽ മന്ത്രി വീണ ജോർജിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മന്ത്രിക്ക് ദൈനംദിന കാര്യങ്ങളെല്ലാം അറിയാം. മുൻവരുന്ന മന്ത്രിമാരെക്കാൾ വകുപ്പ് ഒരു പരാതിയുമില്ലാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനഃപൂർവ്വം ആരോഗ്യവകുപ്പിൽ ആരോപണങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കാൻ ചില ഛിദ്രശക്തികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് എവിടെ ഒരു പ്രശ്നമുണ്ടെങ്കിലും അപ്പോഴപ്പോൾ അവിടെയൊക്കെ ഇടപെട്ട് പരിഹരിച്ചു പോകുന്നുണ്ട്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയുമാണ് ഇടപെടേണ്ടത്. അല്ലാതെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ മാത്രം പഴിചാരിയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് മന്ത്രി വീണ ജോർജിന് ഉത്തരവാദിത്തമില്ലേ എന്ന് ചോദിച്ചാൽ വീണ ജോർജിനുമുണ്ട് കൂട്ടുത്തരവാദിത്വം. മന്ത്രി വീണ ജോർജ് മുൻകൈ എടുക്കണം. ആവശ്യമായ ഫണ്ട് അനുവദിപ്പിക്കണം. ഈ പ്രശ്നം പരിഹരിക്കണം.